ഹലോ കൂട്ടുകാരെ, സ്പിരിച്വൽ ജേർണിയെക്കുറിച്ച് മാത്രമായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ഇന്നലെ കമൻ്റായിട്ടൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ്. ആൻഡ് ട്വിൻ ഫ്ലെയിം ജേർണീസിനും മറ്റ് സ്പിരിച്വൽ അവേക്കനിങ്സിനും തമ്മിലുള്ള വ്യത്യാസവും പറയാം ഇതിൽ. അപ്പോൾ മേ ബി വീഡിയോ കുറച്ചൊന്ന് ലെങ്തി ആവാൻ വഴിയുണ്ട്, കേൾക്കുക. അപ്പോൾ സ്പിരിച്വൽ ജേർണി അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുവരെ നമ്മൾ ജീവിച്ചിരുന്ന ലൈഫിൽ നമ്മളുടെ മൈൻഡിനെ ഫീഡ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്ത് നമ്മളുടെ സോളിനെ കേൾക്കാനായിട്ട് തുടങ്ങുക, അല്ലെങ്കിൽ ആ ഒരു പ്രാപ്തിയിലേക്ക് വരാനായിട്ടുള്ള ആദ്യ ഘട്ടം, അതാണ് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയാം. ഇത് ഭൂമിയിൽ വന്നിരിക്കുന്ന സോൾസിൽ ആ ഒരു സോൾ കോൺട്രാക്റ്റ് ഉള്ള സോൾസിന് മാത്രം കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആണ് ശരിക്കും. അപ്പോൾ നമ്മൾ സ്പിരിച്വൽ ജേർണിയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അതിന് ഒരു നിമിത്തം എന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ ലൈഫിൽ, അതിന് ആ നിമിത്തമായത് ഒരാളായിരിക്കാം. നമ്മളുടെ ലൈഫിൽ വന്ന് നമ്മൾക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ പുഷ് ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യമായിരിക്കാം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നടന്ന ഏതെങ്കിലും മരണങ്ങൾ പോലത്തെ കാര്യങ്ങൾ, നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്ന ഏതെങ്കിലും അപകടങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെയും ആയിരിക്കാം. ഇതൊക്കെയും നമ്മളെ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക്, അതായത് ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പോൾ എല്ലാ സ്പിരിച്വൽ അവേക്കനിങ്ങിലും മെയിനായിട്ടും നടക്കുന്നത് ട്രാൻസ്ഫോർമേഷനാണ്. ഇതിനു മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചെയ്തിരുന്ന കാര്യങ്ങളെയും അല്ലാതെ നമ്മൾ സോൾ ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് നമ്മുടെ സോളിന് എന്താണ് വേണ്ടത്, നമ്മുടെ സോൾ എന്ത് കോൺട്രാക്റ്റ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്, അതിലേക്ക് എത്താനുള്ള ഒരു ബ്രിഡ്ജായിട്ട് നമുക്ക് ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് കാണാം. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ആദ്യം നടക്കുന്നത് ട്രാൻസ്ഫോർമേഷനാണ് നമ്മളിൽ. ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കാനായിട്ടാണ് ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്കൊരു ഐസൊലേഷൻ വരുന്നത്. ഐസൊലേഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ അതുവരെ നമ്മുടെ ചുറ്റും അത്രയും പ്രിയപ്പെട്ടവരായിട്ടൊക്കെ നിന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് ട്രിഗേഴ്സ് കിട്ടാം, അല്ലെങ്കിൽ നമ്മൾക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു കംഫോർട്ട് സോണിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മൾ എത്ര കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് നമ്മുടെ കൺട്രോളിൽ ഇല്ല ഈ കാര്യങ്ങളെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റാതെ, അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു ഘട്ടം. ഈ ഒരു ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ലൈഫിൽ മേജറായിട്ട് എന്തോ ഒരു ചേഞ്ച് നടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് എല്ലാ തലത്തിലുള്ള പാറ്റേൺസിലും ചേഞ്ച് വരും. അത് ഫൈനാൻഷ്യൽ ആവാം, ഹെൽത്ത് ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആവാം, റിലേഷൻഷിപ്സ് ആവാം. അതുവരെ ഉണ്ടായിരുന്ന ഒരു സോ കോൾഡ് നമ്മുടെ ലോകം നമ്മളുടെ മുമ്പിൽ അങ്ങനെ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ മറിഞ്ഞു പോകുന്നതോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അത്ര കൺട്രോൾ ചെയ്തിട്ടും പറ്റാതെ പാനിക് അറ്റാക്സ്, ആങ്സൈറ്റി ഇഷ്യൂസൊക്കെ വന്ന് അത്രയ്ക്കും ഡൗൺ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യും. നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു പവറിൻ്റെ അടുത്ത്, എന്താണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കൊരു വഴി കാണിച്ചു തരൂ എന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വേയിലേക്ക് ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞാൽ എല്ലാ സോൾ ജേർണീസും ഡിവൈൻലി ബ്ലെസ്ഡ് ആണ്, ഡിവൈൻലി ഗൈഡഡ് ആണ്. കാരണം ഇതൊരു ഡിവൈൻ പർപ്പസുമായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ സോൾ ജേർണിയിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി പ്രീ ഡിസൈഡഡ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾ സറണ്ടർ ചെയ്യുന്ന ഒരു സമയത്ത്, ആ ഇനിഷ്യൽ സറണ്ടറിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഹെൽപ്പിനുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങും. അതൊരു ഇതേപോലെ പല വീഡിയോസ് ആയിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ട്രൈബ് എന്ന് പറയും ബേസിക്കായിട്ട്. സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് പോകുന്നവരൊക്കെയും കാണും. ഇതൊക്കെയും നമ്മളുടെ സോൾ ട്രൈബാണ് ആക്ച്വലി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളെ പുഷ് ചെയ്യപ്പെടുകയാണ് നിങ്ങളുടെ ട്രൂ പാത്ത് ഇതാണ് എന്ന് കാണിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈഗോ മൈൻഡ് പലപ്പോഴും നമ്മളെ ഓവർ ആക്റ്റീവായിട്ട് നമ്മളെ ഡോമിനേറ്റ് ചെയ്യുമ്പം പിന്നെയും
ആ ഒരു സോൾ ഫോമിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പം പിന്നെയും നമുക്ക് പെയിൻഫുള്ളായിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതായത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും നമ്മുടെ ലൈഫിൻ്റെ. പക്ഷേ അത് ഈ പറഞ്ഞല്ലോ ബ്രിഡ്ജാണ് ഈ അവേക്കനിങ് എന്ന് പറഞ്ഞാൽ. ഇത് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള അത്രയും ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേർണി ആയിരിക്കും. പക്ഷേ അത് നമ്മൾ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്താൽ യെസ് ഓഫ് കോഴ്സ് അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഡീപ്പസ്റ്റ് ഡിസയേഴ്സിലുള്ള ഒത്തിരി കാര്യങ്ങളെ നമ്മൾക്ക് യൂണിവേഴ്സായിട്ട് എത്തിച്ചേരും. പക്ഷേ ആ ഒരു സ്റ്റേജ് നമ്മൾ അവേക്കൻഡൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് കൂടുതലും നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അതിലേക്ക് മുഴുകിക്കൊണ്ട് മറ്റുള്ള കാര്യങ്ങളെ ബാലൻസ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ സ്പിരിച്വൽ ജേർണിയിൽ വരുന്നത് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള പോയിൻറ്റ്സ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ള പോയിൻറ്റ്സ് പറയാം. ഇത് ശരിക്കും ഇപ്പോൾ വരെ പറഞ്ഞ പോലെ സോളിൻ്റെ അസെൻഷനാണ്. സോളിൻ്റെ ഗ്രോത്തിന് വേണ്ടി നമ്മൾ അതുവരെ പഠിച്ചിരുന്ന ലൈഫ് ലെസൺസിനെ ജസ്റ്റ് ആ ലെസൺസ് മാത്രം എടുത്തിട്ട് ആ ഒരു പെയിനിനെ അക്സെപ്റ്റ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാനായിട്ടുള്ള ഒരു ജേർണിയാണ് സ്പിരിച്വൽ ജേർണി. അടുത്ത പോയിൻ്റ് നമ്മുടെ ഇൻഡ്യൂഷനെ കേൾക്കാൻ പഠിപ്പിക്കുന്ന ഒരു ജേർണിയാണ്. ഓക്കെ, അതുവരെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളായിരിക്കാം ഉപയോഗിക്കുന്നത്. അതായത് വെളിയിലത്തെ ലോകത്തിലേക്കായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും. നമ്മളുടെ ഹാപ്പിനെസ്സിനടക്കം നമ്മൾ ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. നമ്മുടെ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഇതെല്ലാം നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മൾക്ക് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിൽ ഓൾറെഡി ഇൻസ്റ്റിൽഡ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളുടെ സിക്സ്ത് സെൻസിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ഇൻഡ്യൂഷനെ കേൾക്കാൻ പഠിപ്പിക്കുന്ന ഒരു ജേർണിയാണ് ഏതൊരു സ്പിരിച്വൽ ജേർണിയും ഏതൊരു സോൾ ജേർണിയും. നമ്മുടെ ഈഗോ സെൽഫിനെ ടോട്ടലി ഷാറ്റർ ചെയ്ത് നമ്മളുടെ ട്രൂ ഫോമിൽ വരാനായിട്ട് ഈ ഒരു ജേർണി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതിനു മുമ്പ് പറഞ്ഞ പോലെ നമ്മളുടെ ട്രൂ ഹാപ്പിനെസ് എന്ന് പറയുന്നത് സെൽഫ് ലവിലാണ്. നമ്മൾ കംപ്ലീറ്റഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു കംപ്ലീഷൻ്റെ എനർജി മറ്റുള്ള സോൾസിലേക്ക് പ്രൊവൈഡ് ചെയ്ത് ആ അത്രയും ഒരു ഹയർ വൈബ്രേഷനിലുള്ള സോൾസിനെ നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിക്കുന്ന ഒരു ജേർണിയാണ് ഏതൊരു സ്പിരിച്വൽ ജേർണിയും. നമ്മളുടെ ട്രൂ പർപ്പസിലേക്ക് കൊണ്ടുവരുന്ന ഒരു ജേർണിയാണ്. നമ്മളുടെ ഇന്നർ പീസിനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ജേർണിയാണ്. വൺനെസ്സിൻ്റെ എനർജിയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ജേർണിയാണിത്. അതായത് നമ്മുടെ മൈൻഡ്, ബോഡി ആൻഡ് സോളിനെ അലൈനാക്കി യൂണിവേഴ്സൽ വൈബ്രേഷനുമായിട്ട് മാച്ച് ആക്കിക്കൊണ്ട് നമ്മൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും നമ്മൾ മാനിഫെസ്റ്റൊക്കെ ചെയ്ത് ബിയോണ്ട് ദാറ്റ് നമ്മളുടെ ട്രൂ പർപ്പസിനെ മനസ്സിലാക്കിക്കൊണ്ട് യൂണിവേഴ്സുമായിട്ട് എല്ലായ്പ്പോഴും അലൈൻഡായി, അതായത് ഡിവൈനുമായിട്ട് എല്ലായ്പ്പോഴും അലൈൻഡായി ജീവിക്കാൻ നമ്മളെ അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫിനെ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജേർണിയാണ് ഏതൊരു സ്പിരിച്വൽ ജേർണിയും. അപ്പോൾ ഇനി ഡിഫറൻസ് ട്വിൻ ഫ്ലെയിം ജേർണിക്കും മറ്റുള്ള സ്പിരിച്വൽ ജേർണീസിനും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞുതരാം. എല്ലാ സ്പിരിച്വൽ ജേർണീസും ട്വിൻ ഫ്ലെയിം ജേർണിയല്ല. എന്നാൽ ട്വിൻ ഫ്ലെയിം ജേർണി സ്പിരിച്വൽ ജേർണിയിലാണ് വരുന്നത്. അതൊരു ഹയസ്റ്റ് ആയിട്ട് സിഗ്സാഗ് ലൈനിലൂടെ ഒക്കെ പോകുന്നത്, അതായത് അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിൻഫുള്ളായിട്ടുള്ള ജേർണിയാണ് ഈ ട്വിൻ ഫ്ലെയിം ജേർണി. അപ്പോൾ സ്പിരിച്വൽ ജേർണിയിൽ വരുന്നവരെല്ലാവരും പലരും സിങ്ക്രോണിസിറ്റീസ് ഒക്കെ കണ്ടിട്ട് വിചാരിക്കും ഞങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെയാണെന്ന്. ഇതിനെക്കുറിച്ച് കുറച്ച് മുമ്പും വീഡിയോസ് ആക്കി ഇട്ടിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ജേർണീസും ട്വിൻ ഫ്ലെയിം ജേർണിയല്ല. അതിൻ്റെ കാരണം പറഞ്ഞുതരാം. മറ്റുള്ള സ്പിരിച്വൽ ജേർണീസിൽ ഈവൻ സോൾ ജേർണി ആണെങ്കിൽ പോലും രണ്ട് സോൾസ് തമ്മിലുള്ള ഒരു ജേർണി ആയിരിക്കും അല്ലേ. സ്പിരിച്വൽ ജേർണി ആണെങ്കിൽ ആ ഒരു സോളിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവേക്കനിങ് ജേർണി ആയിരിക്കും. എന്നാൽ ട്വിൻ ഫ്ലെയിം ജേർണി എല്ലാവർക്കും അറിയാം, ഒരു സോള് രണ്ട് ബോഡീസിൽ ഇൻകാർണേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ജേർണിയാണ്. അത് ഈ സോൾസ് എല്ലാം വരുന്നത് ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്ത് ആ ഒരു പാഠങ്ങൾ പഠിച്ച് സോളിനെ ഗ്രോത്ത് ചെയ്യാനാണെങ്കിൽ പോലും ഇവിടെ മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ജേർണീസിലുള്ളവർക്ക് ആ ഓരോ സോളിൻ്റെയും DMഉം DFഉം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്പിരിച്വൽ വർക്ക്സ് ഒക്കെ ചെയ്തുകൊണ്ട് വരുമ്പം ട്രാൻസ്ഫോർമേഷൻ്റെ സമയത്ത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് പീസ്ഫുള്ളിൻ്റെ എനർജിയിൽ വരാം. നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു എനർജീസിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഗ്രോത്ത് വന്നു തുടങ്ങും.
എല്ലാ തരത്തിലുള്ള ഗ്രോത്തും വന്ന് തുടങ്ങും. സ്പിരിച്വലി അലൈൻഡ് ആവും, നമ്മൾ സോൾ ലെവലിൽ അലൈൻഡ് ആവും, നമ്മുടെ പർപ്പസിലേക്ക് എത്തും, നമ്മൾ പർപ്പസ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു സമയത്ത് ലൈഫ് വളരെ പീസ്ഫുള്ളായിട്ട് പോകും. ഈവൻ സോൾ ജേർണീസ് എന്ന് പറഞ്ഞാൽ സോൾമേറ്റ് ജേർണീസ് ഉണ്ട്. അങ്ങനെ സോൾമേറ്റ് ജേർണീസിലുള്ളവരാണെങ്കിൽ പോലും ഒരു സ്റ്റേജിൽ, അതായത് അവരുടെ DMDF ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ സോൾമേറ്റ് അവർക്ക് അവരുടെ പർപ്പസിൽ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു കമ്പൈൻഡ് പർപ്പസ് അവർക്കും കാണും. അതിനെയൊക്കെ ചെയ്യാനായിട്ട് അവരുടെ ലൈഫിലേക്ക് വരികയും നല്ല ഹാപ്പിയറായിട്ട് ഒരു കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജിയിൽ അവർ പോവുകയും ചെയ്യും. എന്നാൽ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് ടഫസ്റ്റ് ജേർണി എന്ന് പറഞ്ഞാൽ, ഇവരുടെ ഒരു അതായത് ആത്മാവിൻ്റെ ഒരു അതർ ഹാഫാണ്, ഒരു ഓപ്പോസിറ്റ് പൊളാരിറ്റി ഇനിയൊരു ബോഡിയിലാണ്. അപ്പോൾ മേ ബി ഒരു മസ്കുലൈൻ എനർജി അല്ലെങ്കിൽ ഫെമിനൈൻ എനർജി ആയിരിക്കും അല്ലേ. ഈ ഒരു എനർജി ഇവരിൽ കുറവാണ്. ആക്ച്വലി നമ്മളുടെ ഇന്നർ TM എന്ന് പറയുന്നത് ഔട്ടർ ബോഡിയിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഫെമിനൈൻ എനർജിയെ ബാലൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സൽ എനർജിയുമായിട്ട് കണക്റ്റ് ആയിട്ടാണ് എല്ലായ്പ്പോഴും ആ ഒരു ഇന്നർ മസ്കുലൈനെ ബാലൻസ് ചെയ്യാൻ കഷ്ടപ്പെടുന്നത്. അതേപോലെ തന്നെയാണ് മസ്കുലൈൻ എനർജിയുടെ അവേക്കനിങ് നടക്കുമ്പോഴും ഇമോഷൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവർ ആ ഫെമിനൈൻ സൈഡിലേക്ക് കണക്ട് ചെയ്യുമ്പം അവരുടെ ഉള്ളിൽ ആ ഒരു മിസ്സിങ് ആയിട്ടുള്ള ഫെമിനൈൻ എനർജീനെ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് കണക്റ്റ് ആയിട്ടാണ് അവർ ഹീൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇന്നറിൽ ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ കുറവായിട്ടുള്ള ആ ഒരു എനർജീനെ യൂണിവേഴ്സൽ എനർജിയിലേക്ക് അലൈൻഡ് ആയിട്ട് കണക്റ്റ് ആയിട്ട് ആ ഒരു കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജിയിൽ വരണം DMs അല്ലെങ്കിൽ DFs അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർ. അതുകൊണ്ടാണ് അവരുടെ ജേർണി വളരെ ടഫസ്റ്റ് ആവുന്നതും പലപ്പോഴും അവരൊരു സ്റ്റക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നൻ്റ് എനർജിയിലൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നതും. ആൻഡ് ട്വിൻ ഫ്ലെയിംസിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ് ആസ് കമ്പയർഡ് ടു സ്പിരിച്വൽ ജേർണിയിലുള്ളവരുടെ. കാരണം സ്പിരിച്വൽ ജേർണിയിലുള്ളവർക്ക് പലപ്പോഴും കൊടുക്കുന്ന ടാസ്കുകൾ അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു സോൾ ഗ്രോത്തിനാണ്. അവർക്ക് പലപ്പോഴും പിന്നെയും റീബർത്ത് ഉണ്ടാവാറുണ്ട്. എന്നാൽ ട്വിൻ ഫ്ലെയിം ജേർണി വൺസ് കംപ്ലീഷൻ എനർജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു യൂണിയൻ 5D യൂണിയൻ കഴിഞ്ഞ് ഒരു 3D യൂണിയനൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ കമ്പൈൻഡ് ടാസ്ക്, കമ്പൈൻഡ് സോൾ പർപ്പസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു റീബർത്ത് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല. അതായത് ആ സോൾ പരമാത്മാവിലേക്ക് മേർജ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ മോക്ഷത്തിലേക്കുള്ള ജേർണിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ടഫ് ട്വിൻ ഫ്ലെയിംസിൻ്റെ ജേർണി. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയും മോക്ഷത്തിലേക്കുള്ള ജേർണി അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു റീസണും തന്നു കഴിഞ്ഞു. സ്പിരിച്വൽ ജേർണിയിലുള്ളവർക്ക് പലപ്പോഴും പിന്നെ ഒരു റീബർത്ത് ഓപ്ഷൻ കൊടുക്കാറുണ്ട് ഭഗവാൻ, ആ ഓരോ സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ച്. അതുകൊണ്ടാണ് അത്രയും ടഫല്ല. അതിലേക്ക് എത്താനായിട്ട്, അതായത് ആ ഒരു പരമാത്മാവിലേക്ക് ലയിക്കാനായിട്ടുള്ള സ്റ്റെപ്സിൽ, ഇനീഷ്യൽ സ്റ്റെപ്സിലാണ് അവർ. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്ങിനായിട്ട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഡയറക്റ്റ് ഹീലിംഗ് സെഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്കും എനിക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതല്ലാതെ കോഴ്സസ്, ആകാശിക് ബുക്ക് റെക്കോർഡിൻ്റെ ഫസ്റ്റ്, തേർഡ് ആൻഡ് ഫോർത്ത് ലെവൽ കോഴ്സസ് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ കോഴ്സ്, അത് ഹീലേഴ്സിന് വേണ്ടിയാണ്. ഓൾറെഡി ഹീലിങ്ങിലേക്ക് വന്നവർക്ക് വേണ്ടി, സോൾ പർപ്പസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അത് ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.